നിങ്ങൾ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ വീഡിയോ കാണണം. നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിലൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പുതിയ സ്റ്റെമ്മുകൾ വരുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ജൈവവളമാണ് ഈ കാണിക്കുന്നത്. ഏകദേശം ഒരു ജൂൺ ജൂലൈ മുതലൊക്കെ മഴയൊക്കെ തുടങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ പ്ലാന്റ്സിലൊക്കെ തന്നെ നിറയെ പൂക്കളുണ്ടാവും. ആ ഒരു സമയമാണ് ഓർക്കിഡ് പ്ലാന്റ്സ് നന്നായിട്ട് പൂക്കുന്ന സമയം. ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് സ്റ്റെമ്മുകൾ ഉണ്ടെങ്കിൽ അതിലൊക്കെ തന്നെ നിറച്ച് പൂക്കളുണ്ടാവും. ഏത് പൂക്കാത്ത ഓർക്കിഡും പൂക്കുന്ന ഒരു സമയമാണ് ജൂൺ ജൂലൈ ഓഗസ്റ്റ്. ആ ഒരു സമയം ഏകദേശം ഒരു ഡിസംബർ വരെയാണ് നന്നായിട്ട് ഫ്ലവറുകൾ ഉണ്ടാവുക. ഇപ്പോൾ എൻ്റെ ഈ പ്ലാന്റുകളിലൊക്കെ തന്നെ ഒരു 3-4 പ്ലാന്റ്സിൽ മാത്രമാണ് ഇപ്പോൾ ഫ്ലവറുകൾ ഉള്ളത്. എല്ലാവരുടെയും ഓർക്കിഡ് പ്ലാന്റ്സിൽ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഈ ഒരു സ്റ്റേജ് അധികം പൂവുണ്ടാകുന്ന ഒരു സമയമല്ല. അപ്പോൾ ഞാൻ ഇതിന് മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓർക്കിഡ് പ്ലാന്റ്സിൽ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള സ്റ്റെമ്മും റൂട്ടൊക്കെ വരുന്നതിന് വേണ്ടിയിട്ട് അതൊരു ഫ്ലവറിങ്ങിനും കൂടിയും ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ടിപ്പായിരുന്നു. ഇതിലിപ്പോൾ നമുക്കിതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള സ്റ്റെമ്മുകൾ വരുന്നതിന് വേണ്ടിയിട്ട്, കാരണം സ്ഥിരമായി ജൈവവളമാകുമ്പോഴും ഏത് വളമാണെങ്കിലും നമ്മൾ ഒരേ വളം തന്നെ ഉപയോഗിക്കുന്നത് എപ്പോഴും നന്നല്ല, നമ്മൾ മാറി മാറി തന്നെ കൊടുക്കണം. ഇവിടെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ വേസ്റ്റാക്കി കളയുന്ന പൊട്ടറ്റോൻ്റെ തോലാണിത്. ഇതിപ്പോൾ ഏകദേശം ഒരു 10-12ഓളം പൊട്ടറ്റോൻ്റെ തോല് കുറച്ച് നാളായിട്ട് ഫ്രിഡ്ജിൽ ഇരിക്കുന്നതായിരുന്നു. അത് ഞാൻ കുക്കറിൽ ഒരു 2 വിസിലാക്കി നന്നായി തിരുമ്മി എടുത്തതിന് ശേഷം അരിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മൾ ഈ പ്ലാന്റിൻ്റെ ഓർക്കിഡ് പ്ലാന്റ്സിൻ്റെ ഫുള്ള് റൂട്ടിൽ അതുപോലെ തന്നെ എല്ലാ സ്റ്റെമ്മിലും ഫ്ലവർ ഒഴികെയുള്ള എല്ലാ പോർഷനിലും നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്തൊരു ഡിഷ് വാഷ് ബോട്ടിൽ വെച്ചിട്ടാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ആ ദിവസം പിന്നെ നമ്മൾ വേറെ നനയ്ക്കേണ്ട കാര്യമില്ല. ഫുള്ളായിട്ട് പ്ലാന്റിൻ്റെ എല്ലാ ഭാഗത്തും നമുക്കത് കൊടുക്കാം. ഇത് ഏകദേശം ആഴ്ചയിലൊരിക്കൽ കൊടുക്കണമെന്നില്ല, 2 ആഴ്ച കൂടുമ്പോൾ കൊടുത്താലും മതി. ഞാനിതുപോലെ കൃത്യമായിട്ട് അങ്ങനെയല്ല, നമുക്ക് പറ്റുന്ന സമയത്ത് ഞാൻ ആദ്യം ചെയ്ത ആ ഒരു വളമാണ് എപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ, നമുക്ക് എപ്പോഴും കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവം അതാണ്. ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യാനൊക്കെ നിൽക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ട് അതാണ് കൂടുതൽ ഉപയോഗിക്കാറ്. ഇടയ്ക്ക് വല്ലപ്പോഴും നമ്മളിതുപോലെ മാറ്റി കൊടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പ്ലാന്റിനെ ഹെൽത്തി ആക്കി നിർത്തി കഴിഞ്ഞാലാണ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സമയത്ത് നമുക്ക് നന്നായിട്ട് പൂക്കളുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു വളം ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ഉപയോഗിച്ച് നോക്കണം. എൻ്റെ ഏകദേശം ഒരു 10-45ഓളം പോട്ടുകളിൽ ഓർക്കിഡ് പ്ലാന്റ്സ് ഉണ്ട്. അത് കൂടുതലും ഡെൻഡ്രോബിയാണ്, പിന്നെ മൊക്കാറോ അതുപോലെ ഫെല്ലോപ്സിസ് ഒക്കെ ഉണ്ട്. എല്ലാത്തിനും ഞാൻ ഈ വളം തന്നെയാണ് ചെയ്തു കൊടുക്കുക.